ഹായ്, ഈ ഒരു അവസരത്തിൽ നിന്ന് എനിക്കെന്ത് കിട്ടി, എനിക്കെന്ത് കിട്ടുന്നുണ്ട് എന്ന് ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. തമാശ പറഞ്ഞതാണ്. ആശങ്ക മീൻസ് അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ചോദ്യത്തിൻ്റെ കാതൽ വരുന്നത് അവർക്കെന്ത് കിട്ടും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ആ ചോദ്യം വരുന്നത്. സത്യത്തിൽ അങ്ങനെ ചോദിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ മനസ്സിലുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു അവസരത്തിൽ ആ ചോദ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകൾക്കോ ഇനി അതിൻ്റെ ഉത്തരം കിട്ടിയാലും നമ്മൾ ആ ഉത്തരത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഒന്നും ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് ആദ്യമേ സംസാരിക്കാനുള്ളത്. കാരണം എനിക്കെന്ത് കിട്ടുന്നു, അല്ലെങ്കിൽ അപ്ലൈന് നമ്മളോട് ഈ അവസരം പരിചയപ്പെടുന്ന വ്യക്തിക്ക് എന്ത് കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമുക്കൊരു വരുമാനം നമുക്ക് കിട്ടുന്നത്. ഒരുപക്ഷെ എനിക്ക് വരുമാനം കുറവാണെങ്കിൽ, എനിക്കിത്ര സമയം കൊണ്ട് ഇത്ര വരുമാനമാണ് കിട്ടിയതെങ്കിൽ, അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ നേടിയെടുക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇനി അവർക്ക് വലിയൊരു വരുമാനം കിട്ടുന്നുണ്ട്, നിങ്ങൾ ആ ഉത്തരത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് കരുതി നിങ്ങൾക്കും അതുപോലെ ആ സമയം കൊണ്ട് അതുപോലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതുപോലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്നെക്കുറിച്ച് പറയാം. ഞാനൊരു പ്രവാസി എന്നുള്ള നിലക്ക് തന്നെ ഏകദേശം 5 വർഷം കഴിഞ്ഞു ഈ ഒരു മേഖലയിൽ, ഈ ഒരു കമ്പനിയുടെ കൂടെ പാർട്ടായിട്ട്. ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വെറും സാമ്പത്തികമായി നമ്മുടെ കയ്യിൽ എണ്ണുന്ന പണത്തിൻ്റെ നോട്ടിൻ്റെ എണ്ണത്തേക്കാളപ്പുറം എനിക്ക് കിട്ടിയ പലതുണ്ട്. അതെൻ്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും എൻ്റെ സ്കില്ലുകളാണെങ്കിലും പലതരത്തിൽ നമ്മൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് ഏവരും ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, 5 വർഷം കൊണ്ട് എൻ്റെ ഒഴിവു സമയങ്ങൾ ഞാൻ ഇത്രയും കാലം ആവശ്യമില്ലാത്ത റീൽസ് കാണാനും യൂട്യൂബിൽ മറ്റു പലതും കണ്ടിരിക്കാനും, അതായത് വീഡിയോസും അല്ലെങ്കിൽ പിന്നെ പല സിനിമയുടെ ചില ഷോർട്സും അതും ഇതൊക്കെ കണ്ടിരിക്കാൻ നമ്മുടെ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പിന്നെ എതിർ പാർട്ടിക്കാരോട് സംവദിക്കാനും സംഘടനാപരമായിട്ട് തർക്കിക്കാനൊക്കെ എൻ്റെ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ സമയത്തെ കൃത്യമായിട്ട് ഈ ഒരു കമ്പനിയുടെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ ഞാൻ ചെലവഴിച്ചപ്പോൾ, ഒഴിവ് സമയം മാത്രം ചെലവഴിച്ചപ്പോൾ, 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് ഇയറിലെ വരുമാനം മാത്രം പറയാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ എൻ്റെ പിന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത സമയത്ത് ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പിന്നെ റിപ്പോർട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 5,35,000 സംതിങ് രൂപയാണ് എൻ്റെ കമ്പനി എനിക്ക് ബോണസായിട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ള വിദേശ യാത്ര പിന്നെ അച്ചീവ് ചെയ്യാനും, യാത്ര ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അതിലേക്കുള്ള ഫണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് അഡീഷണൽ എനിക്ക് പിന്നെ കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുന്ന മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു മന്ത്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഹയസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 72,000 സംതിങ് രൂപയാണ് ഒരു മാസത്തിൽ. ഇതിൽ നമ്മുടെ റീറ്റെയിൽ ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും പെടുന്നില്ല. കമ്പനി ബോണസായിട്ട് തരുന്നതിൽ മാത്രമാണ് ഈ ഒരു വരുമാനം കിട്ടിയിട്ടുള്ളത്. ഇതൊരു വലിയ വരുമാനം എന്ന് പറയാനൊന്നും ഞാൻ റെഡിയല്ല. കാരണം ഈ ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുമ്പോൾ, ഈ കമ്പനിയുടെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അത്ര വലിയ വരുമാനമൊന്നുമല്ല. ഇവിടെ 1 വർഷം കൊണ്ട് 1 ലക്ഷവും അതിൻ്റെ മുകളിലും മാസ വരുമാനം ഉണ്ടാക്കിയെടുത്തവർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഞാനിങ്ങനെ നേടി എന്നുള്ളത് കൊണ്ട് എൻ്റെ കൂടെ വരുന്നവർക്ക് ഇത്ര സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതോടൊപ്പം ഞാൻ ഇത്ര സമയം കൊണ്ട് ഇത്രേ നേടിയുള്ളൂ എന്നുള്ളത് കൊണ്ട് എൻ്റെ കൂടെ വരുന്നവർക്ക്, എൻ്റെ ടീമിൽ വരുന്നവർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള വരുമാനം വാങ്ങിയെടുക്കാനും ഇവിടെ പോസിബിളാണ്.
അത് ഈ ഒരു സിസ്റ്റം, ഈ കമ്പനിയുടെ ഇൻകം പ്ലാൻ, ഈ കമ്പനി, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നൊരു ഐഡിയ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പോൾ ഒരു വലിയൊരു അവസരം നമ്മളുടെ ഒഴിവ് സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളൊന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കമ്പനി എന്നുള്ളത് നമുക്ക് ധൈര്യസമേതം ആരുടെ മുന്നിലും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എനിവേ ഇതൊരു അവസരമാണ്, മിസ് ചെയ്യരുത്, ഉപയോഗപ്പെടുത്താം. ഓൾ ദി ബെസ്റ്റ്.